ഇന്നൊരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ അമ്പലത്തിലേക്ക് പോകുന്നതിന് മുൻപ് റെഡി ആകുന്നതിൻ്റെ ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇന്നൊരു സെറ്റ് മുണ്ടാണ് എടുത്തേക്കുന്നത്. സെറ്റ് മുണ്ട് നല്ല ഗോൾഡൻ കളർ ടിഷ്യൂവിൻ്റെ സെറ്റ് മുണ്ടാണ്. അപ്പോൾ അതിൻ്റെ പെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാനൊരു ബ്രൊക്കേഡിൻ്റെ ഗ്രീൻ കളർ നല്ല ഡാർക്ക് ഗ്രീൻ ആണ് കേട്ടോ. അപ്പോൾ ആ ഗ്രീൻ കളർ ബ്ലൗസാണ് ഇനി ഞാൻ പെയർ ചെയ്തേക്കുന്നത്. അപ്പോൾ പ്ലേറ്റ്സൊക്കെ ഞാൻ നേരത്തെ തന്നെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതേ സെറ്റും കൊണ്ട് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം ഞാൻ നമ്മുടെ മുഖത്ത് കുറച്ച് അലങ്കോലപ്പണികളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ആ അലങ്കോലപ്പണികളിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ എടുത്തേക്കുന്നത് ഡോക്ടർ ആലീസിൻ്റെ വിറ്റാമിൻ സി സെറാണ് കേട്ടോ. ഈ വിറ്റാമിൻ സി സെറം ഞാൻ എന്നും രാവിലെയും വൈകിട്ട് ഞാൻ എൻ്റെ ഫേസിൽ അപ്ലൈ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഈ വിറ്റാമിൻ സെറം എന്ന് പറയുന്നത് നല്ല സ്കിൻ ബ്രൈറ്റനിങ്ങിനും ആൻറ്റി ഏജിങ്ങിനും ഹെൽപ്പ് ചെയ്യുന്നൊരു സെറാണ് കേട്ടോ. അപ്പം ഞാൻ അതെൻ്റെ മുഖത്ത് ഞാനൊന്ന് അപ്ലൈ ചെയ്യുകയാണ്. ഞാൻ ഈ സെറത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ മറ്റൊരു വീഡിയോയിൽ ചെയ്യാം. കാരണം ഇതിപ്പോൾ ഞാൻ വാങ്ങിച്ചിട്ടുള്ളൂ. അപ്പോൾ അതൊന്നിപ്പോൾ ഇത്ര നാൾ ഉപയോഗിച്ചതിൽ എനിക്ക് നല്ലതായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ എന്തായാലും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ആ സിറം ഒന്ന് എൻ്റെ മുഖത്ത് ഞാൻ എൻ്റെ കൈ കൊണ്ട് തന്നെ എല്ലായിടത്തും അപ്ലൈ ചെയ്യുന്നുണ്ട്. സിറം യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും ഇതുപോലെ ഓരോ തുള്ളിയായിട്ട് നമ്മുടെ രണ്ട് കവിളിലും നെറ്റിയിലും പിന്നെ നമ്മുടെ താടിയുടെ ഭാഗത്ത് അങ്ങനെ ഒരു ഡ്രോപ്പായിട്ട് യൂസ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ സിറം അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം ഞാൻ എൻ്റെ മുഖത്ത് മോയ്സ്ചറൈസറാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ മോയ്സ്ചറൈസർ ചെയ്യാനായിട്ട് ഞാൻ പ്ലിക്സിൻ്റെ മോയ്സ്ചറൈസറാണ് എടുത്തേക്കുന്നത്. അത് ഗ്വാവയുടെ നമ്മുടെ പേരക്കയുടെ ഒരു ഫ്ലേവർ വരുന്നൊരു മോയ്സ്ചറൈസറാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു മോയ്സ്ചറൈസറും ഞാൻ കുറേ നാളായി യൂസ് ചെയ്യുന്നൊരു മോയ്സ്ചറൈസറാണ്. അപ്പോൾ ഇതിലും ഇതുപോലെ വിറ്റാമിൻ സി കണ്ടൻറ്റ് ഉണ്ട്. അതുപോലെ തന്നെ നല്ല ഗ്ലോ കിട്ടുന്നുണ്ട് ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ. അതുപോലെ തന്നെ നല്ല സ്മൂത്ത് ആയിട്ടുള്ളൊരു മോയ്സ്ചറൈസറാണ് കേട്ടോ ഈ ഒരു മോയ്സ്ചറൈസർ. വൈറ്റ് കാസ്റ്റോ കാര്യങ്ങളൊന്നുമില്ല, നല്ലൊരു ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ളൊരു മോയ്സ്ചറൈസറാണ്. പിന്നീട് ഞാൻ ഉപയോഗിക്കുന്നത് സൺസ്ക്രീനാണ്. സൺസ്ക്രീൻ പ്ലിക്സിൻ്റെ തന്നെ സൺസ്ക്രീനാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ SPF എന്ന് പറയുന്നത് 50 ആണ്. നല്ല ക്രീമി ഫോമിലുള്ളൊരു സൺസ്ക്രീനാണ് കേട്ടോ. ഇത് അപ്ലൈ ചെയ്യുമ്പോൾ ഇതുപോലെ ചെറിയൊരു വൈറ്റ് കാസ്റ്റ് പോലെ തോന്നുമെങ്കിലും കുറച്ച് നേരം കഴിയുമ്പോൾ തന്നെ നല്ലതാണ് നമ്മുടെ സ്കിന്നിൽ അബ്സോർബ് ആവുകയും നമുക്ക് ഒരു എന്താ പറയുക ചില സൺസ്ക്രീനുകൾ ഉപയോഗിക്കുമ്പോൾ വൈറ്റ് കാസ്റ്റ് വരാറുണ്ട്. പക്ഷേ ഈ ഒരു സൺസ്ക്രീനിന് അങ്ങനെയൊന്നുമില്ല കേട്ടോ. നല്ലൊരു സൺസ്ക്രീനാണ്. എനിക്ക് പറഞ്ഞ പോലെ നല്ലൊരു ലോങ് ലാസ്റ്റ് ചെയ്യുന്നൊരു സൺസ്ക്രീനുമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. ഞാനിത് എവിടെ പോയാലും ഞാൻ എൻ്റെ ബാഗിൽ സൂക്ഷിക്കുന്നൊരു സൺസ്ക്രീനാണ്. അടുത്തത് ഞാനൊരു ഫൗണ്ടേഷൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഫൗണ്ടേഷൻ മെബലിൻ ന്യൂയോർക്കിൻ്റെ ഒരു ഫൗണ്ടേഷനാണ് കേട്ടോ ഞാൻ എടുത്തേക്കുന്നത്. ഈ ഒരു ഫൗണ്ടേഷൻ ഡസ്കി സ്കിൻ ടോൺ ആയിരിക്കും നല്ല മാച്ച് ആയിട്ടുള്ളൊരു ഫൗണ്ടേഷനാണ് കേട്ടോ. ഞാനിത് വാങ്ങിച്ചിട്ട് കുറേ നാളായി. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു ഫൗണ്ടേഷനാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു SPF എന്ന് പറയുന്നത് 50 ആണ്. അതുപോലെ വിറ്റാമിൻ സി കണ്ടൻറ്റ് അടങ്ങിയിട്ടുള്ളതാണ് ഈ ഒരു ഫൗണ്ടേഷൻ. മെബലിൻ ന്യൂയോർക്കിൻ്റെയാണ്. ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ഈ ഒരു ഫൗണ്ടേഷൻ വാങ്ങിച്ചത്. പിന്നെ ഈ ഒരു ഫൗണ്ടേഷൻ ഞാൻ യൂസ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഒത്തിരി എടുക്കാറില്ല കേട്ടോ. ഞാനിപ്പോൾ ഇതിലിങ്ങനെ കുറേ എടുക്കുന്ന പോലെ തോന്നുമെങ്കിലും ഞാൻ വളരെ ലൈറ്റായിട്ടുള്ള ഒരു ഇതിൽ മാത്രമാണ് ഞാൻ ഈ ഒരു ഫൗണ്ടേഷൻ യൂസ് ചെയ്യാറുള്ളൂ. പൊതുവേ ഞാൻ എല്ലാത്തിലും ഫൗണ്ടേഷൻ യൂസ് ചെയ്യാറുമില്ല. ഞാൻ ഇന്നിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് കൊണ്ടും കൂടിയിട്ടാണ് ഞാൻ ഈ ഒരു ഫൗണ്ടേഷൻ യൂസ് ചെയ്തത്. അപ്പോൾ ഞാൻ ഈ ഫൗണ്ടേഷൻ ഒരു ബ്ലെൻഡർ വെച്ചിട്ട് ഞാൻ എൻ്റെ മുഖത്ത് ഞാൻ ഇന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായി ഇങ്ങനെ ആദ്യം നമ്മൾ ഈ ഒരു ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് മുഖത്ത് ആകെ ഒരു വൈറ്റ് കാസ്റ്റ് പോലെ തന്നെ ഈ പറഞ്ഞ പോലെ നല്ലൊരു വെളുത്ത ഒരു ഇതുപോലെ നമുക്ക് ഫീൽ ചെയ്യുമെങ്കിലും അത്യാവശ്യം കുറച്ച് ടൈം എടുത്ത് നന്നായി നമ്മുടെ മുഖത്ത് ഇങ്ങനെ ഡാബ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു നമ്മുടെ ഒരു സ്കിന്നിൻ്റെ തന്നെ ഒരു കളർ നമുക്ക് കിട്ടും കേട്ടോ. അപ്പം ഞാനിത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് 331 രൂപയ്ക്കാണ് വാങ്ങിച്ചത് ഈ ഒരു ഫൗണ്ടേഷൻ. ഇതിൻ്റെ ഷെയ്ഡ് നമ്പർ വരുന്നത് 09 ആണ് ഇതിൻ്റെ ഷെയ്ഡ്. അപ്പോൾ അത്യാവശ്യം ഡസ്കി സ്കിൻ ടോണുകാർക്കൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നൊരു ഫൗണ്ടേഷൻ കൂടിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഞാനിത് എൻ്റെ മുഖത്ത് നന്നായിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഒരു ഫൗണ്ടേഷനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ ഏതോ ഒരു ചാനലിൽ കണ്ടിട്ട് അങ്ങനെ ഞാൻ ആദ്യം എന്താ പറയുക ഡസ്കി സ്കിൻ ടോണുകാർക്കുള്ളൊരു ഫൗണ്ടേഷൻ നോക്കി അങ്ങനെ കണ്ടുപിടിച്ചൊരു ഫൗണ്ടേഷനാണ് കേട്ടോ. കണ്ടോ, നന്നായി അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ ഒരു ഫൗണ്ടേഷൻ്റെ കളർ അങ്ങനെയാണ് കേട്ടോ വരുന്നത്. അതിനുശേഷം ഞാനൊരു പൗഡർ എടുത്തിട്ടുണ്ട്. പൗഡർ ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു ഇത്തിരി പൗഡർ എടുത്തിട്ടുള്ളൂ കേട്ടോ. പോൺസിൻ്റെ ഒരു പൗഡർ, അത് ജസ്റ്റ് ഒന്ന് മുഖത്തൊന്ന് ഇട്ട് കൊടുത്തു എന്നുള്ളൂ. അപ്പോൾ ഇനി അടുത്തത് എന്താ പറയുക, ഞാൻ എൻ്റെ മുഖത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം ഞാനൊരു പൊട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ലിപ്പിലൊരു ലിപ് ബാം അപ്ലൈ ചെയ്യുന്നുണ്ട്. ലിപ് ബാം നൈസയുടെ ഒരു ലിപ് ബാമാണ് കേട്ടോ. ഞാൻ ലിപ് ബാമുകൾ കുറേ യൂസ് ചെയ്യൽ പൊതുവേ കുറവാണ്.
അതിനിടയ്ക്ക് എൻ്റെ കണ്ണിൽ എന്തോ പോയി കണ്ണ് ചുവന്നിട്ടുണ്ട്. അപ്പോൾ അതെ ഇനി ഞാൻ ചെയ്യുന്നത് ഒരു ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുക്കുകയാണ്. ലിപ്സ്റ്റിക്ക് ഡാസ്ലറിൻ്റെ DLC030 ആണ് കേട്ടോ അതിൻ്റെ ഷെയ്ഡ് വരുന്നത്. ഈ ഒരു ലിപ്സ്റ്റിക്ക് ഞാൻ ഇതിൻ്റെ ഒരു റിവ്യൂ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. വളരെ നല്ല ഡസ്കി സ്കിൻ ടോണുകാർക്ക് നന്നായിട്ട് മാച്ച് ചെയ്യുന്നൊരു കളറാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു DLC025നേക്കാൾ നന്നായിട്ട് ഈ ഒരു കളറ് ഡസ്കി സ്കിൻ ടോണുകാരൊക്കെ മാച്ച് ചെയ്യുമെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ ഈ ഒരു ലിപ്സ്റ്റിക്കും കൂടി ഇട്ടിട്ടുണ്ട്. ലിപ്സ്റ്റിക്ക് ഇട്ടതിന് ശേഷം ഞാനൊരു കമ്മലിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ കയ്യിലൊരു ചെറിയ കമ്മലായിരുന്നു, അപ്പോൾ അത് മാറ്റിയിട്ട് ഞാനൊരു ഇത്തിരി കൂടി വലിയൊരു കമ്മലിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ലുക്കിന് ഇത്തിരി കൂടി വലിയൊരു കമ്മലല്ലേ ചെയ്യുള്ളൂ. അപ്പോൾ ഞാൻ ഈ ഒരു കമ്മലാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ നമുക്ക് ആ കമ്മലും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ എന്താ പറയുക, ഈ ഒരു കമ്മലും കൂടി ഇട്ട് കൊടുത്ത് ഫേസിലെ മേക്കപ്പും കാര്യങ്ങളും അല്ലെങ്കിൽ കമ്മൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ ഞാൻ ചെയ്യുന്നത്. പിന്നെ ഞാൻ കണ്ണെഴുതൽ പൊതുവേ കുറവാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എൻ്റെ മുടി കെട്ടി കൊടുക്കുകയാണ്. കണ്ണെഴുതലും പിരികെഴുതലൊക്കെ ഞാൻ പൊതുവേ കുറവാണ്, വല്ലപ്പോഴൊക്കെ ഞാൻ അങ്ങനെ ചെയ്യാറുള്ളൂ. ഇന്ന് ഞാനിപ്പോൾ കണ്ണൊന്നും എഴുതുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ മുടി കെട്ടി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ പൂവ് വയ്ക്കുന്നുണ്ട്. ഈ പൂവ് ഞാൻ ഹെയർ ബാൻഡിൻ്റെ ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ് കേട്ടോ. ഈ മുല്ലമുട്ടൊക്കെ ആർട്ടിഫിഷ്യലാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് ഞാൻ മുല്ലമുട്ടും പോളൻസൊക്കെ വെച്ചിട്ട് ഞാൻ കുറച്ച് നാൾ മുൻപ് എവിടേക്കെങ്കിലും പോകുമ്പോൾ കല്യാണത്തിനൊക്കെ അന്നൊരു കല്യാണം ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചായിരുന്നതാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ എൻ്റെ തലയിൽ വെക്കുന്നുണ്ട്. അതിനുശേഷം ഞാനൊരു വള, ഈ ഒരു വളയും ഈ പറഞ്ഞ പോലെ ഞാൻ ആ ഒരു കല്യാണത്തിന് വേണ്ടിയിട്ട് ഞാൻ മാച്ച് ചെയ്ത് വാങ്ങിയതായിരുന്നു. അപ്പോൾ ഞാൻ അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പറയാം. എന്തെങ്കിലും തെറ്റുകൾ മേക്കപ്പ് ചെയ്യുന്നതിൽ അതിൻ്റെ ഓർഡറും കാര്യങ്ങളിലൊക്കെ എന്തെങ്കിലും മിസ്റ്റേക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞു തരാം. ഒരു ബിഗിനർ എന്ന നിലയിൽ എനിക്ക് നിങ്ങളുടെ കമൻറ്റും നിങ്ങളുടെ സപ്പോർട്ടും എല്ലാം എനിക്ക് ആവശ്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.